ലാസ്റ്റ് ഞങ്ങൾക്കൊരു സർപ്രൈസിൽ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നെ പറയാം. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഗിഫ്റ്റ്. സ്പെഷ്യലി താങ്ക്സ് ഫോർ EMC സ്റ്റാഫ്, എല്ലാവരോടും താങ്ക്സ് പറയണേ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റായിരുന്നു. 8 മാസം ക്യാരിങ് ആയ സമയത്ത് വെളുപ്പിന് തലവേദന തുടർന്ന് കാണിച്ചിരുന്ന ഹോസ്പിറ്റലിൽ ഡോൺ ബോസ്കോ കൊണ്ടുപോയി BP കൂടുതലാണെന്ന് പറഞ്ഞത്. BP എബവ് 180-200 BP വന്നിട്ടും എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് റെഫർ ചെയ്തനുസരിച്ച് എറണാകുളം പാലാരിവട്ടം EMCയിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന് നേരെ കാഷ്വാലിറ്റി കയറ്റിയപ്പോൾ ഡോക്ടർ ലിസമ്മ ജോസഫ് വന്ന് വൈഫിനെ കാണുകയും എന്നോട് സംസാരിച്ച് സിസേറിയൻ ചെയ്യേണ്ട അത്യാവശ്യത്തെപ്പറ്റി എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ അന്ന് തന്നെ രാവിലെ ഡോക്ടർ 6 മണി കഴിഞ്ഞിട്ട് ഡോക്ടറോട് വന്ന് സിസേറിയൻ നടത്തി 7:39 ആയപ്പോഴേക്കും എൻ്റെ മോൻ ജനിച്ചു. ബാക്കിയെല്ലാം ഡോക്ടറുടെ ഭാഗത്തുനിന്നും ഇപ്പം മറ്റേ ലേബർ റൂമിലാണെങ്കിലും സിസേറിയൻ റൂമിലാണെങ്കിലും എസ്പെഷ്യലി ഇവിടുത്തെ നേഴ്സുമാരുടെ കെയർ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഈ റൂമിൽ ഇവിടെ വന്നേക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ 6 ദിവസമല്ലേ, 7ാം ദിവസമായി. 6 ദിവസമായി റൂമിൽ ഇപ്പോൾ വൈക്കും കൊച്ചും വന്ന് കുഴപ്പമില്ല. ബാക്കിയെല്ലാം ക്ലീനിങ് സ്റ്റാഫും എല്ലാം ഇതാണ്. കുട്ടീനെ നോക്കിയത് ആദ്യം പീഡിയാട്രീഷ്യൻ ഗ്രേസ് എന്ന് പറഞ്ഞ ഡോക്ടറായിരുന്നു. ഡോക്ടർ വന്ന് കുട്ടീനെ നോക്കിയും പിന്നെ ഡോക്ടർമാരുടെ പേരറിയില്ല. കാഷ്വാലിറ്റി ഡോക്ടർമാരും ജൂനിയർ ഡോക്ടർമാരും ഒരു 4-5 ഡോക്ടർമാർ വന്ന് കുട്ടിയെയും അമ്മേനെയും പരിശോധിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തതാണ്. പിന്നെ ഇവിടുത്തെ HOD ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റായ രവി സാറ് വന്ന് കൊച്ചിനെ ആദ്യത്തെ ദിവസം വന്ന് കാണുകയും ഇപ്പോൾ ലാസ്റ്റ് ഞങ്ങൾക്കൊരു സർപ്രൈസിൽ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നെ പറയാം. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഗിഫ്റ്റ്. സ്പെഷ്യലി താങ്ക്സ് ഫോർ EMC സ്റ്റാഫ്, എല്ലാവരോടും താങ്ക്സ് പറയണേ. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റായിരുന്നു. താങ്ക്സ് ടു ഓൾ.